ദൈവഭക്തിയെക്കുറിച്ച് ബൈബിളിൽ എത്ര മനോഹരമായി വർണ്ണിച്ചിരിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം. പ്രഭാഷകൻ്റെ പുസ്തകം 1-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ. ദൈവഭക്തി മഹത്വവും ആനന്ദവും സന്തോഷവും ആഹ്ലാദത്തിൻ്റെ മകുടവുമാണ് കർത്താവിനോടുള്ള ഭക്തി. ദൈവഭക്തി കൊണ്ട് ദൈവം നമുക്ക് ആനന്ദവും സന്തോഷവും ആഹ്ലാദവും പ്രദാനം ചെയ്യും എന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അത് ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നു. സന്തോഷവും ആനന്ദവും ദീർഘായുസ്സവും പ്രദാനം ചെയ്യുന്നു. നമ്മുടെ ഹൃദയത്തിന് ആനന്ദം പകരുന്നതോടൊപ്പം സന്തോഷവും ദീർഘായുസ്സും നമുക്ക് പ്രദാനം ചെയ്തു തരുന്നു ദൈവഭക്തി കൊണ്ട്. കർത്താവിനെ ഭയപ്പെടുന്നവൻ്റെ അവസാനം ശുഭമായിരിക്കും. മരണദിവസം അവൻ അനുഗ്രഹീതനാകും. കർത്താവിനെ ഭയപ്പെട്ട് ദൈവഭക്തിയോടെ ജീവിക്കുന്ന വ്യക്തിക്ക് അവൻ്റെ മരണദിവസത്തെ കുറിച്ച് ഭയപ്പെടാനില്ല. അത് അനുഗ്രഹീതമായിരിക്കുമെന്ന് ദൈവം പറയുന്നു. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാവുന്നു. മാതൃഗർഭത്തിൽ വിശ്വാസി ഉരുവാകുമ്പോൾ അവളും സൃഷ്ടിക്കപ്പെടുന്നു. കർത്താവ് ദൈവഭക്തി കൊണ്ട് ജ്ഞാനം നമുക്ക് ദാനമായി നൽകുന്നു. നമുക്ക് ആവശ്യമായ ജ്ഞാനത്തെ, അറിവിനെ പ്രദാനം ചെയ്യുന്നു. മാതാവിൻ്റെ ഉദരത്തിൽ കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ തന്നെ ആ കുഞ്ഞിന് ആവശ്യമുള്ള ജ്ഞാനത്തെയും ദൈവം സൃഷ്ടിക്കുന്നു എന്ന് ബൈബിൾ പറയുന്നു. മനുഷ്യരുടെ ഇടയിൽ അവൾ നിത്യവാസം ഉറപ്പിച്ചു. അവരുടെ സന്തതികളോട് അവൾ വിശ്വസ്തത പുലർത്തും. ജ്ഞാനം നമുക്ക് തന്ന് തിരിച്ചെടുക്കുന്നതല്ല. നശിച്ചു പോകാത്ത ഒരു സമ്പത്ത് ജ്ഞാനം മാത്രമാണ്. ആ ജ്ഞാനത്തെ നമ്മുടെ ഇടയിൽ തന്ന് അതിന് നിത്യവാസം ഉറപ്പിക്കുന്നു ദൈവം. അവരുടെ സന്തതികളോട് അവൾ വിശ്വസ്തത പുലർത്തും. ദൈവവിശ്വാസിയായ മനുഷ്യർക്ക് അവരുടെ സന്തതികൾക്ക് ദൈവം ജ്ഞാനം കൊണ്ട് നിലനിർത്തും, ജ്ഞാനം കൊണ്ട് നിറയ്ക്കുമെന്ന് ബൈബിളിൽ പറയുന്നു. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയാണ്. അവൾ തൻ്റെ സൽഫലങ്ങൾ കൊണ്ട് മനുഷ്യരെ തൃപ്തരാക്കുന്നു. കർത്താവിനോടുള്ള ഭക്തി കൊണ്ട് ഭക്തി ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയാണ്. ആ ജ്ഞാനത്തിൻ്റെ നല്ല ഫലങ്ങൾ കൊണ്ട് മനുഷ്യരെ തൃപ്തരാക്കും, ജ്ഞാനം കൊണ്ട് ഉയർത്തും എന്ന് ബൈബിളിൽ പറയുന്നു. അവളുടെ ഭവനം അഭികാമ്യ വസ്തുക്കൾ കൊണ്ട് നിറയുന്നു. അവളുടെ കലവറ വിഭവങ്ങൾ കൊണ്ടും, ജ്ഞാനത്തിൻ്റെ വിഭവങ്ങൾ കൊണ്ടും അഭികാമ്യ വസ്തുക്കൾ കൊണ്ടും കലവറകൾ ദൈവം നിറയ്ക്കുന്നു. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിൻ്റെ മകുടമാകുന്നു. അത് സമാധാനവും ആരോഗ്യവും സമൃദ്ധമാക്കുന്നു. കർത്താവിനുള്ള ദൈവഭക്തി കൊണ്ട് ജ്ഞാനം മുഴുവനായി നമുക്ക് പ്രദാനം ചെയ്യുന്നു. ആ ജ്ഞാനത്തിലൂടെ സമാധാനവും ആരോഗ്യവും സമൃദ്ധിയും ലഭിക്കുന്നു. കർത്താവ് അവളെ കാണുകയും തിട്ടപ്പെടുത്തുകയും ചെയ്തു. അവിടെ അറിവും വിവേകവും വർഷിക്കുന്നു. അവളെ ചേർത്തണയ്ക്കുന്നവരെ അവിടെ നിന്ന് മഹത്വമണിയിക്കുന്നു. ജ്ഞാനത്തെ ചേർത്ത് നിർത്തുന്നവർക്ക് ദൈവം അവരെ മഹത്വപ്പെടുത്തുന്നു. ജ്ഞാനത്തെ അന്വേഷിക്കുന്നവരെ, ചേർത്തണയ്ക്കുന്നവരെ ദൈവം ആ ജ്ഞാനം കൊണ്ട് തന്നെ മഹത്വപ്പെടുത്തുന്നു. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിൻ്റെ തായ്വേരാണ്. ദീർഘായുസ്സ് അവളുടെ ശാഖകളും. കർത്താവിനുള്ള ദൈവഭക്തി ജ്ഞാനത്തിൻ്റെ അടിവേരാണ്. ജ്ഞാനം കൊണ്ട് നിറച്ചിരിക്കുകയാണ്. അതിൻ്റെ ശാഖകൾ ദീർഘായുസ്സ് കൊണ്ട്.